ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്, ചിക്കൻ ഫ്രൈഡ് ബിരിയാണിയാണ്. അപ്പോൾ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ചിക്കനും എഗ്ഗും ആണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. അപ്പം ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ചിക്കനിൽ ചെറുതായിട്ടൊന്ന് മുറിച്ച് കൊടുക്കണം. ചെറുതായിട്ട് അത് മസാലയൊക്കെ നല്ലോമ്പല, അതായത് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ എല്ലാ പീസും ഇതേപോലെ മുറിച്ച് കഴിഞ്ഞു. ചിക്കൻ നമുക്ക് മാഗ്നേറ്റ് ചെയ്യണം വേണ്ടത്. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ആവശ്യമായത്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ചിക്കനിൽ ആ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായി പുരട്ടി കൊടുത്തിട്ട് 5 മിനിറ്റ് നേരം അത് വെയിറ്റ് ചെയ്യണം. കൊണ്ട് നമുക്ക് റൈസ് കുക്കാക്കാം. അപ്പം റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അരി നന്നായിട്ട് വൃത്തിയായി കഴുകി നമുക്ക് ഇപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച അരിയാണിത്. ഇത് കയമ അരിയാണ്, അതായത് ജീരകശാലേൻ്റെ റൈസാണിത് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടം പോലെ ഏതാ ബിരിയാണി റൈസ് നിങ്ങൾ എടുക്കുന്നത് വെച്ചാൽ ആ റൈസ് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഗ്ലാസ്സിന് 4 ഗ്ലാസ് അരിക്ക് ആവശ്യമായ 8 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. സ്റ്റൗവിൻ്റെ മേലിൽ വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഡാൽഡ ഇവിടെ 2 സ്പൂൺ ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. കറാമ്പട്ട മുറിച്ചിട്ട് കൊടുക്കുകയാണ്. കറാമ്പൂവ് എടുക്കുക. കറാമ്പൂവ് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഏലക്കായും ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി തിളയ്ക്കുന്ന നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കണ്ടില്ലേ? അപ്പോൾ നല്ല നമുക്ക് അതിലേക്ക് ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മളുടെ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കും. ഇപ്പോൾ ബിരിയാണിക്ക് ആവശ്യമായ മസാല ഉണ്ടാക്കാൻ ആവശ്യമായ സാധനമാണ് ഇതിപ്പോൾ 2 പച്ചമുളക്, പിന്നെ 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് ഈ 3 എണ്ണം കൂടി ഞാനൊരു ചെറിയ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനാവശ്യമായത് ഒരു തക്കാളി, ഒരു വലിയ തക്കാളിയാണ് ഇതെടുത്തിട്ടുള്ളത്. പിന്നെ 4 ഉള്ളി. ഇതാണ് ഇനിയിപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ ഉള്ളിയും തക്കാളിയും ഞാൻ മുറിച്ചെടുത്തു. ഇനി ക്രഷ് ചെയ്തെടുത്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയാണിത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ അതിന് മുന്നായിട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനൊരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഫ്രൈയിങ് പാനും വെച്ചു. അപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിൽ നല്ല ചൂടാവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഫ്രൈ, ഡീപ്പ് ഫ്രൈ ആക്കണ്ട. അത്യാവശ്യം ഒരു ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മറിച്ചിട്ട് 2 ഭാഗം മറിച്ചിട്ട് ഫ്രൈ ആവണം. ഇപ്പോൾ 2 ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മൾ മസാലയ്ക്ക് ആവശ്യമായ ഉള്ളിയും തക്കാളിയുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഈ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതായത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം.
അപ്പോഴാണ് നമുക്ക് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. തക്കാളിയൊക്കെ നന്നായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ 2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ 1 സ്പൂൺ തൈര് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുനാരങ്ങയുടെ നീരൊരുങ്ങി ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് മതി. അരമുറി ചെറുനാരങ്ങയുടെ നീരാണിത്. അത് ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ്റെ കൂടെ തന്നെ ഞാൻ എഗ്ഗും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട്. 1 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പം 3 മുട്ടയാണ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ 3 മുട്ടയും കൂടെയും ചേർത്ത് കൊടുക്കുക. അതായത് ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക് മുട്ട കൂട്ടാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണീൻ്റെ കൂടെ ഒരു എഗ്ഗും ഉണ്ടാവും, കൂടെ കിട്ടുന്നുണ്ടാവും. ചില റെസ്റ്റോറൻറ്റിലൊക്കെ അങ്ങനെ കൊടുക്കുന്ന കാണാം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും കൂടി ഉള്ള ഒരു ബിരിയാണിയാണിത്. ചിക്കനും എഗ്ഗും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ബിരിയാണിയാണ്. ഒരു 5 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ ഇതായും തോന്നുന്നു. നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിത് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. മസാല കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർ കുറച്ചും കൂടി ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ, കാരണം ഇവിടെ മസാല കുറവ്. മസാല നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാണ് വേണ്ടത്. അപ്പോൾ ദമ്മിടുന്നതിനായിട്ട് ഇതിൻ്റെ മേലിൽ ചോറ് നിറയ്ക്കണം. ഈ മസാലൻ്റെ മേലിൽ മുഴുവൻ ചോറ് നിറയ്ക്കണം. എന്നിട്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോയിൽ പേപ്പർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നാട്ടിലെ പോലെ നമുക്ക് മൈദ വെച്ചിട്ടൊന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മേലിൽ നിറച്ച് നമുക്ക് ചോറ് നിറയ്ക്കാം. മസാലേൻ്റെ മുകളിൽ നിറച്ച് ചോറിട്ട് ഇനിയിപ്പോൾ നമുക്ക് ദമ്മിടാണ് വേണ്ടത്. മൂടി വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് ദമ്മിടാം. ഇപ്പോൾ നമ്മൾ ദമ്മിട്ട് കഴിഞ്ഞ് ഇനി ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ എല്ലാവരും ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യണം, ചാനൽ ലൈക്കും ചെയ്യണേ.